ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം ദൈവ കൃപയുടെ ഇരട്ടി ചൈതന്യത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്നതാണ്. പരിശുദ്ധാത്മാവുമായുള്ളൊരു സ്നേഹബന്ധം, ഒരു സുഹൃത്ത് എന്നതുപോലെ, ഒരു കൂട്ടാളി എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഇരട്ടി കൃപകളാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക വചനം ഇതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. ഏലിയ പ്രവാചകനും എലീഷ പ്രവാചകനും തമ്മിലുള്ള ആ ഒരു അടുപ്പം, ഒരു സ്നേഹബന്ധം എലീഷായ്ക്ക് ഇതാ ഇരട്ടി കൃപ ലഭിക്കുന്ന ഒരു അനുഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള അടുപ്പം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി കൃപയിലേക്ക്, ഈ ആത്മാവിൻ്റെ ഇരട്ടി ഭാഗം എന്നത് ഒരു പുതിയ ഹൃദയമാണ്, ഒരു പുതു ചൈതന്യമായി എന്നിലുള്ള ശിലാഹൃദയത്തെ എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം. ഇരട്ടി പങ്ക് ലഭിച്ച എലീഷ രോഗികളെ സുഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് അവൻ മാറുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവുമായുള്ള ഒരു സ്നേഹബന്ധം നമ്മളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തും. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നിന്റെ സുഹൃത്ത് ആരാണെന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സുഹൃത്തായി, കൂട്ടാളിയായി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ അറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ, ഇരട്ടി അഭിഷേകത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നിറയപ്പെടും. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, നമ്മുടെ ചിന്താരീതികളിൽ മാറ്റം വരും, നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും. ഒരു പുതു സൃഷ്ടിയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രൂപാന്തരപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്കിങ്ങനെ കൂട്ടുപിടിക്കാം. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് നയിക്കുക നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഒരു ഇരട്ടി കൃപയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ നിറവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും നയിക്കും. അതിൽ യാതൊരു സംശയമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ, ആത്മാവിൻ്റെ ഇരട്ടി കൃപകളാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർന്നു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ഒരു കൃപയുടെ നിറവിലേക്ക്, ഇരട്ടി അഭിഷേകത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.